ശത്രുത പ്രചരിപ്പിക്കാനാണ്. അതുമാത്രമാണ് പിശാച് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഇന്നമാ യുരീദു ശൈത്താൻ, പിശാച് ഉദ്ദേശിക്കുന്നത് അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ, മദ്യവും ചൂതാട്ടവും വഴി നിങ്ങൾക്കിടയിൽ പ്രശ്നവും കുഴപ്പവും വിദ്വേഷവും ശത്രുതയും നിലനിർത്തുക മാത്രമാണ് പിശാചിന്റെ ലക്ഷ്യം. അപ്പൊ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ മദ്യമുണ്ടായാൽ അവിടെ വിദ്വേഷമുണ്ടാകും, അവിടെ കലാപമുണ്ടാകും, അവിടെ ബുദ്ധി നേരെ നിൽക്കുകയില്ല. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ഇവിടെ ഖുർആന്റെ പ്രഖ്യാപനം ചിന്തിക്കണം. കള്ളു കുടിച്ചിട്ട് മാന്യന്മാരാവാന്നുള്ള കാര്യം നടക്കില്ല. ചിന്തിക്കണം. ലോകരാജ്യ നേതാക്കന്മാർ പ്രസംഗിക്കാനൊക്കെ എളുപ്പാ, പ്രസംഗിക്കാനൊക്കെ വലിയ സുഖ. നിങ്ങൾ ചിന്തിക്കണം, ലോകരാജ്യ നേതാക്കന്മാർ അവരുടെ പ്രധാനപ്പെട്ട തീന്മേശകളിലെ ഉൽപ്പന്നം ഇന്നും മദ്യമാണ്. ഇന്ത്യ രാജ്യത്തെ സർക്കാർ ഇവിടുത്തെ നികുതി പണത്തിൽ നല്ലൊരു ശതമാനം കൊണ്ടുപോകുന്നത് പട്ടാളക്കാർക്ക് കള്ളു കൊടുക്കാനാണ്. ഇത് അല്ലാഹുവിന്റെ ശാസ്ത്രമാണ്. ജയിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല. അവിടെ വിദ്വേഷവും കുഴപ്പങ്ങളും മാത്രമേ ഉണ്ടാകൂ. ഉണ്ടായല്ലോ കുഴപ്പം. കുൽദീപ് നയ്യാറുടെ കത്തുന്ന കാശ്മീർ എന്നൊരു പുസ്തകമുണ്ട്. 4 ജില്ലകളിൽ, കാശ്മീരിലെ 4 ജില്ലകളിൽ ഞാൻ നടന്നു നോക്കി. ഇന്ത്യയിലെ പട്ടാളക്കാർ ബലാത്സംഗം ചെയ്യാത്ത ഒരു മുസ്ലിം വീട് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ പത്രപ്രവർത്തനത്തിന്റെ കുലപതിയായ സാക്ഷാൽ കുൽദീപ് നയ്യാറ. എന്റെ ഇങ്ങനെ ഉണ്ടായത്? ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. മനുഷ്യർക്ക് നാശമുണ്ടാക്കുക, വിദ്വേഷമുണ്ടാക്കുക, പെങ്ങളെയും ഭാര്യയെയും മോളെയും തിരിച്ചറിയാൻ കഴിയാതെയാവുക. നാണം കെട്ട കഥകളല്ലേ പത്രത്തിൽ വരുന്നത്? സ്വന്തം മക്കളെ ഗർഭിണികളാക്കിയ അച്ഛന്മാരെ കഥ ഇന്നുണ്ട് പത്രത്തിൽ, ഇന്നുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഒരു കാലത്ത് ഇത് പറയാൻ കഴിയില്ലായിരുന്നു, ഇന്ന് പറയാം ഇത്തരം വേദിയിൽ. അതാണ് സാധാരണയായി. സ്വന്തം മക്കളെ, സ്വന്തം വീട്ടിലെ സ്വന്തം മക്കളെ ഗർഭിണിമാരാക്കുന്ന അച്ഛന്മാരുടെ ലോകം. എന്റെ ഇങ്ങനെയുണ്ടായത്? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. നിങ്ങൾക്കിടയിൽ നാശവും ശത്രുതയും കുഴപ്പവും ഉണ്ടാക്കുക. ഇത് മദ്യത്തിന്റെ വേലയാണ്. അതാണ് ഇവിടെ പിശാച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇനിയെങ്കിലും അത് വർജിക്കുന്നില്ലേ? വളരെ ശക്തമായി ഖുർആൻ ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിറങ്ങി ലമ്മാ നസലത്ത്, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മാ നസലത്ത് ഖാലൂ ജമിഅൻ ഫഹൽ അൻതും മുൻതഹൂൻ എന്ന ആയത്തിറങ്ങിയപ്പോ ഈ ആയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മസ്ജിദുൽ നബവിയുടെ മുകളിൽ കയറി വിളിച്ചു പറഞ്ഞു. കേട്ടവർ പറഞ്ഞു, ഇൻതഹൈനാ റബ്ബനാ, ഇൻതഹൈനാ റബ്ബനാ, ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് റബ്ബേ, ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. ഫഹൽ അൻതും മുൻതഹൂൻ. ഇനിയെങ്കിലും ഈ ആയത്ത് മായിദയുടെ 90-92 വചനങ്ങൾ. സയ്യിദുനാ ബിലാൽ ഈ നിയമം വിളിച്ചു പറയാൻ ഹബീബ് ഏൽപ്പിച്ചത് കാഫിരിയായ ബിലാൽ. സയ്യിദുനാ ബിലാൽ, മഹാനായ സയ്യിദുനാ ബിലാൽ. കള്ളുകൂടി ജീവിതത്തിന്റെ ഭാഗമായ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു പ്രഗൽഭനല്ലേ? ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധം കഴിഞ്ഞിട്ട് കള്ളു കുടിച്ച കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉന്നതന്മാർ വരെ മദ്യത്തിനാൽ ജീവിച്ചിരുന്ന ജന. ഫലം വലം യകുൻ ലിശൈഇൻ ലിൽഅറബി യൗമഇദിൻ ശൈഉൻ അഅജബ മിൻഹാ. അതിനേക്കാൾ വലിയ അത്ഭുതം അറബ് ലോകം കണ്ടിട്ടില്ല. അത്രയും വലിയ അത്ഭുതമാണ് അന്നുണ്ടായത്.